ഇങ്ങനെ ഒരു കേരളോത്സവം നിങ്ങളെവിടെയും കണ്ടിരിക്കണം? ഇതൊന്നും ഇങ്ങനെ അല്ലടോ, ഇതിനേക്കാളും മേലെ നല്ല റേഞ്ച് കേരളോത്സവം നമ്മുടെ അന്നമനട ഗ്രാമപഞ്ചായത്തിൽ. ഇന്നലെ ഞാൻ അമ്പയറിങ് നിൽക്കാൻ എൻ്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പോയതാണ്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പിച്ചിൻ്റെ ഒരു അവസ്ഥ, സ്വന്തമായിട്ട് ആംബുലൻസ് ഉള്ള പഞ്ചായത്താണ്. ഒരു ഫസ്റ്റ് എയ്ഡ് കൊണ്ടുവച്ചുകൂടെ? അവിടെ നമ്മൾ ഈ പിള്ളേരെല്ലാം കൂടെ എങ്ങനെയോ മാനേജ് ചെയ്ത് പിച്ചൊക്കെ റെഡിയാക്കി കേരളോത്സവം നടത്തുന്നു. ഇവരെ കൗതുകത്തിന് ഹിന്ദിക്കാരെയൊക്കെ വിളിച്ചിട്ടാണ് ബോൾ പറക്കുന്നത്. 2 പാക്കറ്റ് ബോളേ ഉള്ളൂ. ആ ബോൾ പോയി കഴിഞ്ഞാൽ വേറെ ബോളില്ലല്ലോ കളിക്കാൻ. സോ 1.5 ലക്ഷം രൂപ വെച്ചിട്ട് ഓരോ പഞ്ചായത്തിനും മാറ്റി വെക്കുന്നു എന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ ഈ 1.5 ലക്ഷം രൂപ ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. ചിലപ്പം വേറെ എന്തെങ്കിലും വികസനത്തിന് വേണ്ടി മാറ്റി വെക്കുന്നതായിരിക്കും. സോ ഇതുപോലെ പല സ്ഥലങ്ങളിലും കേരളോത്സവമൊക്കെ വെറും വാക്കിനായിപ്പോയി. കായിക ഉന്നമനമൊക്കെ വാക്കുകളിൽ അങ്ങ് കിടക്കുകയാണ്. പക്ഷെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പ്രാവർത്തികമാക്കി കാണിച്ചിരുന്നെങ്കിൽ. ഇത് ഇത്രേ ഉദ്ദേശമുള്ളൂ. നമ്മുടെ ഇവിടെ ഇത് നോക്കി, മാനുവൽ സ്കോറിംഗ് ഒക്കെ ഇവിടെ മാത്രമാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും ഇപ്പോൾ ആപ്പ് സ്കോറിംഗ് ഒക്കെ ആക്കി. കാരണം 2 അമ്പയേഴ്സിന് ഒരു സ്കോററേയും കുറച്ച് ബോളുകളും വാങ്ങിച്ച് നല്ലൊരു ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവർക്കൊരു 8-10 ടീമിന് വന്ന് കളിക്കാം. കഴിഞ്ഞ തവണ 10 ടീമുകളോളം കളിച്ച ടൂർണമെൻറ്റുകളൊക്കെ ഇപ്പോൾ 4-5 ടീമുകളാക്കിയിട്ട് ചുരുങ്ങി. അടുത്ത വർഷമാകുമ്പോഴത്തേന് ഇതിന് പോലും വരില്ല. കളിയുടെ കുറവൊന്നുമില്ല കേട്ടോ, വളരെ മനോഹരമായി കളിക്കുന്ന കുറേ പ്ലേയേഴ്സുള്ള പഞ്ചായത്തുകളാണ് ഇതൊക്കെ. പക്ഷേ പഞ്ചായത്തിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടാതെ ഇതൊന്നും ഉന്നമനമാവാൻ പോകുന്നില്ല. ഇത് പിന്നെ ഞാൻ ഇന്നലെ അമ്പയറിങ്ങിന് പോയതുകൊണ്ട് മാത്രം കണ്ടതും എനിക്കിങ്ങനെ ഒരു ചാനലുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് പുറത്തേക്ക് വരുന്നത്. സോ എവിടെ പോകുന്നു ഈ ഫണ്ടൊക്കെ എന്ന് നമുക്കറിയില്ല. നല്ല വികസനത്തിന് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് കായിക മേഖലയും കൂടെ ഒന്ന് വികസിപ്പിക്കാൻ എന്തെങ്കിലും സഹായിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൂടെ നിങ്ങൾ വികസിപ്പിക്കൂ പ്ലീസ്.